Hello everyone, today we are studying about central nervous system regulation of body temperature maintenance. We know that man is homeothermal, that is, he maintains his body temperature constant in spite of wide variation in environmental temperature. അതായത് നമ്മളൊരു കോൾഡ് റീജിയനിൽ പോയാലും ഹോട്ട് റീജിയനിൽ പോയാലും അവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ചോ അവിടുത്തെ ടെമ്പറേച്ചറിനനുസരിച്ച് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ വാരി ചെയ്യുന്നില്ല. അവർ ബോഡി മെയിൻറ്റെയിൻ എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. The term body temperature refers to the temperature of the deeper body structures such as viscera, liver, brain. Skin usually have a lower temperature than the depth of the body. It causes a temperature gradient which led to loss of heat from the depth of the surface, depths to the surface of the body and thence from the surface to environment. അതായത് ഡെപ്ത് നിന്ന് സർഫേസിലേക്ക് എന്ത് ചെയ്യും, ഹീറ്റ് ലോസ് ചെയ്യും, സർഫേസിൽ നിന്ന് എൻവയോൺമെൻറ്റിലേക്ക് ഹീറ്റ് ലോസ് ചെയ്യും. ഇൻ ഹോട്ട് കൺട്രീസിൻ്റെ കേസിൽ ഈ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് മേ ബി റിവേഴ്സ്ഡ്. മെയിൻ്റനൻസ് ഓഫ് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ ഹീറ്റ് ലോസും ഹീറ്റ് ഗെയിനും തമ്മിലൊരു ബാലൻസ് ഉണ്ടാവണം. ദാറ്റ് ഈസ് നമുക്കറിയാം നോർമൽ ബോഡി ടെമ്പറേച്ചർ ഇൻ മാൻ അറ്റ് റെസ്റ്റ് ഈസ് 36 to 37 degree Celsius, 7.5 degrees Celsius. Okay, in health it is always kept fairly close to this level by maintaining a balance between heat gain and heat loss. ഇത് ഒരു ചിത്രമായിട്ട് ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് റൈറ്റിൽ. നെക്സ്റ്റ് ഹീറ്റ് ഗെയിൻ മെക്കാനിസംസും ഹീറ്റ് ലോസ് മെക്കാനിസംസും. നമ്മുടെ ബോഡിക്ക് ഹീറ്റ് ഗെയിൻ ചെയ്യാനും ഹീറ്റ് ലോസ് ചെയ്യാനും വേണ്ടി സെവറൽ മെക്കാനിസംസ് ഉണ്ട്. ഹീറ്റ് ഗെയിൻ മെക്കാനിസംസ് ഇൻക്ലൂഡ് shivering, increase in metabolism by epinephrine, norepinephrine and thyroxine, then cutaneous vasoconstriction. നമുക്കറിയാം നമ്മുടെ ബോഡി തണുക്കുന്ന ടൈമിൽ നമ്മുടെ ബോഡി ഷിവർ ചെയ്യാറുണ്ട്. അതായത് നമ്മളൊരു മഞ്ഞുള്ള പ്രദേശത്തോ തണുപ്പുള്ള പ്രദേശത്തോ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഷിവർ ചെയ്യാറുണ്ട്. ഇറ്റ്സ് എ മെക്കാനിസം ഫോർ ഹീറ്റ് ഗെയിൻ. നെക്സ്റ്റ് ഹീറ്റ് ലോസ് മെക്കാനിസംസ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ് എവാപ്പറേഷൻ ഓഫ് സ്വെറ്റ്, റേഡിയേഷൻ കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ, ക്യൂട്ടാനിയസ് വാസോഡയലേഷൻ, ഡിക്രീസ് ഇൻ മെറ്റബോളിസം, ദെൻ ത്രൂ റെസ്പിറേഷൻ. ഓക്കെ, അപ്പം നമുക്കറിയാം നമ്മുടെ ബോഡി, അതായത് ഹോട്ട് റീജിയനിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ സമ്മർ സീസണിലൊക്കെ നമ്മുടെ ബോഡി ചൂടാവുന്നുണ്ട്. ഇതിന് തടയാൻ വേണ്ടി നമ്മുടെ ബോഡി സ്വെറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം ഇത് ഒരു മെക്കാനിസം ഫോർ ഹീറ്റ് ലോസ് ആണ്. ഇനി നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് ഒരു പ്രധാന പങ്കുണ്ട്. അതാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ തന്നെ ഏറ്റവും മേജർ റോൾ വഹിക്കുന്നത് നമ്മുടെ ഹൈപ്പോ തലാമസ് ആണ്. നമുക്കറിയാം ഹൈപ്പോ തലാമസിൻ്റെ റോൾസൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, the temperature of the body is regulated almost entirely by the nervous feedback mechanism, and almost all these operate through temperature regulating centers located in the hypothalamus. Okay, hypothalamus has two centers which regulate the body temperature: heat loss center and heat gain center. അപ്പോൾ നമ്മളെ ഹൈപ്പോതലാമസിലാണ് എന്തുള്ളത്, ഹീറ്റ് ലോസ് സെൻറ്ററും ഹീറ്റ് ഗെയിൻ സെൻറ്ററും ഉള്ളത്. ഇത് കൂടാതെ നമ്മുടെ ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യാൻ റിസെപ്റ്റേഴ്സ് സഹായിക്കുന്നുണ്ട്. എവിടെ നിന്നൊക്കെയുള്ള റിസെപ്റ്റേഴ്സ്? ഓക്കെ, വാംത്ത് ആൻഡ് കോൾഡ് റിസെപ്റ്റേഴ്സ് ഫ്രം സ്കിന്ന്, ഡീപ്പ് ടിഷ്യൂസ്, സ്പൈനൽ കോഡ് ആൻഡ് ഹൈപ്പോതലാമസ്. അപ്പോൾ ഈ ഹീറ്റ് ലോസ് സെൻറ്റേഴ്സും ഹീറ്റ് ഗെയിൻ സെൻറ്റേഴ്സും ഹൈപ്പോതലാമസിലാണുള്ളത്. ഹൈപ്പോതലാമസിൻ്റെ പ്രീ ഓപ്റ്റിക് ആൻഡ് ആൻറ്റീരിയർ ഹൈപ്പോതലാമിക് ന്യൂക്ലിയയിലാണ് എന്തുള്ളത്, ഹീറ്റ് ലോസ് സെൻറ്ററിൽ ഉള്ളത്. ഹീറ്റ് ഗെയിൻ സെൻറ്റർ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് പോസ്റ്റീരിയർ ഹൈപ്പോതലാമസിലാണ്. പ്രീ ഓപ്റ്റിക് റീജിയൻ ഓഫ് ആൻറ്റീരിയർ ഹൈപ്പോതലാമസിനെ നമ്മൾ തെർമോസ്റ്റാറ്റ് എന്നാണ് വിളിക്കുന്നത്. സെറ്റ് പോയിൻ്റ് അവിടെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സെറ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 37 degree Celsius. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈപ്പോതലാമസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ടു ആക്ടിവേറ്റ് ഹീറ്റ് ലോസ് ഓർ ഹീറ്റ് ഗെയിൻ മെക്കാനിസം. പ്ലസ് ഓർ മൈനസ് 0.1 degree Celsius causes hypothalamus to activate heat loss or heat gain mechanism. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. നെക്സ്റ്റ് ഹീറ്റ് ലോസ് സെൻറ്റേഴ്സിനെ പറ്റിയിട്ടും ഹീറ്റ് ഗെയിൻ സെൻറ്റേഴ്സിനെ പറ്റിയിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹീറ്റ് ലോസ് സെൻറ്റേഴ്സ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് പ്രീ ഓപ്റ്റിക് ന്യൂക്ലിയസ് ഓഫ് ദി ആൻറ്റീരിയർ ഹൈപ്പോതലാമസ്. Okay, neurons in preoptic nucleus are
ഹീറ്റ് സെൻസിറ്റീവ് നെർവ് സെൽസ് ആണ്. അതുകൊണ്ട് തന്നെ അതിനെ തെർമോ റിസപ്റ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഹീറ്റ് ഉണ്ടാകുമ്പം നമ്മുടെ പ്രീ ഒപ്റ്റിക് ന്യൂക്ലിയസ് സ്റ്റിമുലേറ്റ് ആവും. അങ്ങനെ ഹീറ്റ് ലോസ് ചെയ്യാനുള്ള മെക്കാനിസംസ്, അതായത് വാസോ ഡയലേഷനും പിന്നെ സ്വെറ്റിംഗ് ഒക്കെ കോസ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഹീറ്റ് ലോസ് ചെയ്യും. ബട്ട് റിമൂവൽ ഓർ റിലേഷൻ ഓഫ് ദീസ് ന്യൂക്ലിയസ് ഇൻക്രീസസ് ബോഡി ടെമ്പറേച്ചർ. പൊതുവേ എന്താണ് ചെയ്യേണ്ടത്? ഹീറ്റ് ലോസ് ചെയ്യാണ് ചെയ്യേണ്ടത്. പക്ഷേങ്കിൽ ഈ ന്യൂക്ലിയസിനെ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇനി ഹീറ്റ് ഗെയിൻ സെൻറ്റർ ആണ്. ഹീറ്റ് ഗെയിൻ ഓർ ഹീറ്റ് പ്രൊഡക്ഷൻ സെൻറ്റർ എന്ന് പറയുന്നത് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് പോസ്റ്റീരിയർ ഹൈപ്പോതലാമിക് ന്യൂക്ലിയസിലാണ്. സ്റ്റിമുലേഷൻ ഓഫ് പോസ്റ്റീരിയർ ഹൈപ്പോതലാമിക് ന്യൂക്ലിയസ് കോസസ് shivering. Okay, the removal or lesion of this nucleus led to fall in the body temperature. അതായത് പൊതുവേ ഇതെന്താണ് ചെയ്യേണ്ടത്? ഹീറ്റ് ഗെയിൻ ചെയ്യാണ് ചെയ്യേണ്ടത്. പക്ഷേ ഈ ന്യൂക്ലിയസിനെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഫോൾ ചെയ്യും, അതായത് കുറയും. ഇനി കൺട്രോൾ മെക്കാനിസംസ് ഓഫ് ടെമ്പറേച്ചർ റെഗുലേഷൻ. നമ്മളിവിടെ നെർവസ് മെക്കാനിസംസ് മാത്രമാണ് നോക്കുന്നത്. ഇത് കൂടാതെ ബിഹേവിയറൽ ആൻഡ് വോളണ്ടറി കൺട്രോളും ഉണ്ട്. എന്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്? ബോഡി ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെർവസ് മെക്കാനിസംസ് തന്നെ തെർമോ റെഗുലേറ്ററി സെൻറ്റേഴ്സും ഉണ്ട്, എൻഡോക്രൈൻ സിസ്റ്റംസും ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമ്മൾ തെർമോ റെഗുലേറ്ററി സെൻറ്റേഴ്സാണ് നോക്കുന്നത്. തെർമോ റെഗുലേറ്ററി സെൻറ്റേഴ്സിൽ എന്തൊക്കെയുണ്ട്? ഡയറക്റ്റ് ആക്ഷൻ, റിഫ്ലെക്സ് മെക്കാനിസംസ്, എഫറൻ്റ് നെർവ്സ്. നെക്സ്റ്റ് എൻഡോക്രിൻ ആൻഡ് ടെമ്പറേച്ചർ കൺട്രോൾ. എൻഡോക്രിൻ സിസ്റ്റത്തിലെ അഡ്രിനൽ മെഡുല, അഡ്രിനൽ കോർട്ടിക്സും തൈറോയിഡും എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഡയറക്റ്റ് ആക്ഷൻ നോക്കാം. നമ്മുടെ എൻവയോൺമെൻറ്റൽ ടെമ്പറേച്ചർ ഹൈ ആണെങ്കിൽ വാം ബ്ലഡാണ്, അതായത് വാം ബ്ലഡ് ആയിരിക്കും ഒഴുകുക. അപ്പം വാം ബ്ലഡ് ഫ്ലോയിങ് ത്രൂ ഹൈപ്പോതലാമസ് എന്ത് ചെയ്യും? ഹീറ്റ് ലോസ് റെസ്പോൺസസ് കോസ് ചെയ്യും. അതായത് ചൂടാണ് എൻവയോൺമെൻറ്റ്, അപ്പം നമുക്ക് ഹീറ്റ് ലോസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സജസ് സ്വെറ്റിംഗ് പോലത്തെ മെക്കാനിസംസ് കോസ് ചെയ്യും. നെക്സ്റ്റ് എൻവയോൺമെൻറ്റൽ ടെമ്പറേച്ചർ ലോ ആകുമ്പം കോൾഡ് ബ്ലഡ് കോസസ്, അതായത് ബ്ലഡ് കോൾഡ് ആയിരിക്കും. അതായത് കൂൾ ബ്ലഡ് കോസസ് ഹീറ്റ് പ്രൊഡക്ഷൻ ഓർ കൺസർവേഷൻ റെസ്പോൺസസ്, ദാറ്റ് ഈസ് ഷിവറിങ്, ഓക്കെ, ഇൻക്രീസ് ഇൻ മെറ്റബോളിസം. ഓക്കെ. ഇനി റിഫ്ലെക്സ് മെക്കാനിസംസ് ആണ്. സെൻസിറ്റീവ് തെർമോറിസെപ്റ്റേഴ്സ് ഇൻ ദ സ്കിൻ ക്യാരി ഇൻഫോർമേഷൻ വിയ ക്യൂട്ടാനിയസ് നെർവ്സ് ആൻഡ് ഹൈപ്പോതലാമസ്. എഫറൻ്റ് നെർവ്സിൽ ഓട്ടോണമിക് നെർവ്സും ഉണ്ട്, സൊമാറ്റിക് നെർവ്സും ഉണ്ട്. ഓട്ടോണമിക് നെർവ്സിൽ സിമ്പത്തറ്റിക് അഡ്രനർജിക് വാസോ മോട്ടോർ നെർവ്സും ഉണ്ട്, സിമ്പത്തറ്റിക് കോളിനർജിക് നെർവ്സും ഉണ്ട്. സിമ്പത്തറ്റിക് അഡ്രനർജിക് വാസോമോട്ടർ നെർവ്സ് ക്യൂട്ടാനിയസ് വാസോ കൺസ്ട്രിക്ഷനും വാസോ ഡയലേഷനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, അതായത് കോളിനർജിക് നെർവ്സ് സ്വെറ്റ് ഗ്ലാൻഡ്സിലേക്ക് കണക്റ്റ് ആയിട്ടുള്ളതാണ്. ഈ സൊമാറ്റിക് നെർവ്സിൽ രണ്ട് നെർവ്സ് ഉണ്ട്, സ്കെലറ്റൽ മസിൽസിലേക്കുള്ളതുകൊണ്ട് റെസ്പിറേറ്ററി മസിൽസിലേക്കുള്ളതുകൊണ്ട്. റെസ്പിറേറ്ററി മസിൽസിലേക്ക് പോകുന്നത് വഴി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ റെസ്പിറേഷൻ വഴി ഒരു ചെറിയൊരു പാർട്ട് ഓഫ് ഹീറ്റൊക്കെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. സ്കെലറ്റൽ മസിൽസിലേക്ക് പോകുന്നത് ഷിവറിങ് വഴിയൊക്കെയുള്ള ഹീറ്റ് ഗെയിൻ മെക്കാനിസംസിന് കാരണമാവുന്നുണ്ട്, ഓക്കെ, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. How does thermoregulation work? When your internal temperature changes, sensors in the central nervous system send messages to hypothalamus. Okay, നമ്മുടെ ഇൻറ്റേർണൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്ന ടൈം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലുള്ള സെൻസേഴ്സ് ഹൈപ്പോതലാമസിന് സിഗ്നൽ കൊടുക്കും. ഓക്കെ, ആ സിഗ്നലിന് റെസ്പോൺസ് ആയിട്ട് ഈ ഹൈപ്പോതലാമസ് വേരിയസ് ഓർഗൻസിലേക്കും ബോഡി സിസ്റ്റത്തിലേക്കൊക്കെ ഈ മെസ്സേജ് പാസ് ചെയ്യും. ദേ റെസ്പോണ്ട് വിത്ത് എ വെറൈറ്റി ഓഫ് മെക്കാനിസം. അതായത് ഇപ്പം നമ്മുടെ ബോഡി കൂൾ ചെയ്യാനാണെങ്കിൽ സ്വെറ്റിങ്ങും വാസോ ഡയലേഷനുമാണ് നടക്കുക. സ്വെറ്റിംഗ് എന്താണ്? സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സ്വെറ്റിംഗ്, അതായത് ഇവാപ്പറേഷൻ ഓഫ് സ്വെറ്റ്. സ്വെറ്റ് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സ്വെറ്റ് ഗ്ലാൻഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, വിച്ച് കൂൾസ് ദ സ്കിൻ ആസ് ഇറ്റ് എവാപ്പറേറ്റ്സ്. ദിസ് ഹെൽപ്സ് ടു ലോവർ ദി ഇൻറ്റേർണൽ ടെമ്പറേച്ചർ. നെക്സ്റ്റ് വാസോ ഡയലേഷനാണ്. വാസോ ഡയലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ അടിയിൽ കുറേ ബ്ലഡ് വെസൽസ് ഉണ്ട്. ഈ ബ്ലഡ് വെസൽസ് എന്താവും? ഡയലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വൈഡ് ആവും.
ഈ വൈഡ് ആവുന്ന ടൈമിൽ അതിലൂടെയുള്ള ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, ആ സ്ഥലത്തിന് കൂളറാകും, കൂളർ അവേ ഫ്രം യുവർ വാർമർ ഇന്നർ ബോഡി. ദിസ് ലെറ്റ്സ് യുവർ ബോഡി റിലീസ് ഹീറ്റ് ത്രൂ ഹീറ്റ് റേഡിയേഷൻ. നെക്സ്റ്റ് നമ്മുടെ ബോഡി നീഡ് ടു വാം അപ്പ് ആണെങ്കിൽ ദീസ് മെക്കാനിസംസ് ഇൻക്ലൂഡ് വാസോ കൺസ്ട്രിക്ഷൻ, തെർമോജെനസിസ്, ഹോർമോണൽ തെർമോജെനസിസ്. ബ്ലഡ് വെസൽ അപ്പോൾ വാസോ കൺസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാസോ ഡയലേഷൻ്റെ ഓപ്പോസിറ്റാണ്. അതായത് ബ്ലഡ് വെസൽസ് അണ്ടർ ദി സ്കിൻ ബിക്കം നാരോവർ ആവും, അതായത് കൺസ്ട്രിക്റ്റ് ചെയ്യും. കൺസ്ട്രിക്റ്റ് ചെയ്യുന്ന ടൈമിൽ ബ്ലഡ് ഫ്ലോ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും, റിട്ടൈനിങ് ഹീറ്റ് നിയർ ദ വാം ഇന്നർ ബോഡി. തെർമോജെനസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസിൽസും ഓർഗൻസും ബ്രെയിനും ഒക്കെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ബൈ എ വെറൈറ്റി ഓഫ് വേയ്സ്, സച്ച് ആസ് മസിൽ പ്രൊഡ്യൂസ് ഹീറ്റ് ബൈ ഷിവറിങ്. ഇനി നെക്സ്റ്റ് ഹോർമോണൽ തെർമോജെനസിസ് ആണ്. ഇത് ഈ ഹോർമോണൽ ഗ്ലാൻഡ്സ് ആണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. തൈറോയിഡ് ഗ്ലാൻഡ് റിലീസ് ഹോർമോൺസ് ടു ഇൻക്രീസ് ദ മെറ്റബോളിസം. ദിസ് increases energy our body creates and the amount of heat it produces. അങ്ങനെ നമ്മുടെ ബോഡി വാം അപ്പ് ചെയ്യും. ഇനി നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഒന്നുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുകയാണ്. വെൻ ദ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഹൈ ആവുന്ന ടൈമിൽ എന്താണ് നടക്കുന്നത്, നമ്മുടെ പ്രീ ഒപ്റ്റിക് ഏരിയയും അതായത് ഹീറ്റ് ചെയ്യും. പ്രീ ഒപ്റ്റിക് ഏരിയ ഹീറ്റ് ചെയ്യുമ്പോൾ സ്കിൻ ഓൾ ഓവർ ദി ബോഡി ഇമ്മീഡിയറ്റ്ലി ബ്രേക്ക് ഔട്ട് ഇൻ എ പ്രൊഫ്യൂസ് സ്വെറ്റ്. നമ്മുടെ ബോഡി സ്വെറ്റ് ചെയ്യാൻ തുടങ്ങും. while the skin blood vessels over the entire body become greatly dilate ചെയ്യും. നമ്മുടെ അതായത് വാസോ ഡയലേഷൻ നടക്കും, സ്വെറ്റിങ് നടക്കും. This is an immediate reaction to cause the body to lose heat, thereby helping to return body temperature toward the normal level. Okay. ഇനി അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ലോ ആണെങ്കിൽ ദ സ്കിൻ ഈസ് ചിൽഡ് ഓവർ ദ എൻറ്റയർ ബോഡി. ഇമ്മീഡിയറ്റ് റിഫ്ലെക്സ് എഫക്ട്സ് ആർ invoked and begin to increase the temperature of the body in several ways. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ വൺ ഈസ് ഷിവറിങ്. ബൈ പ്രൊവൈഡിങ് എ സ്ട്രോങ് സ്റ്റിമുലസ് ടു കോസ് ഷിവറിങ് വിത്ത് എ റിസൾട്ടൻറ്റ് ഇൻക്രീസ് ഇൻ റേറ്റ് ഓഫ് ദി ബോഡി ഹീറ്റ് പ്രൊഡക്ഷൻ. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വെറ്റിങ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാസോ കൺസ്ട്രിക്ഷനാണ്. വാസോ കൺസ്ട്രിക്ഷൻ നടക്കുമ്പോൾ അവിടെയുള്ള ആ ഒരു ഹീറ്റ് അവിടെ തന്നെ റീറ്റെയിൻ ചെയ്തിട്ട് ബോഡി ഹീറ്റ് ലോസിനെ തടയും. നെക്സ്റ്റ് ഇതൊരു ഫ്ലോ ചാർട്ടല്ല, ഒരു ഡയഗ്രമാറ്റിക് ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഈ നമ്മുടെ കോർ ബോഡി ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ 37°C, അതായത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ദിസ് പോസസ് സിഗ്നൽ ടു തെർമോറിസെപ്റ്റേഴ്സ് പോസസ് ദി സിഗ്നൽ ടു ഹൈപ്പോതലാമസ്. നെർവ്സിലൂടെ ഇത് സ്വെറ്റ് ഗ്ലാൻഡ്സിലും മസിൽസിലും സ്കിൻ ആർട്ടീരിയോറിലുള്ള ആർട്ടിയോറൽ വാളിൻ്റെ മസിൽസിലും എത്തും. ഓക്കെ. അപ്പം മസിൽസ് എങ്ങനെയാണ് ഇതിനെ റിയാക്ട് ചെയ്യുന്നത്? മസിൽസ് റെഡ്യൂസ് ആക്ടിവിറ്റി. അപ്പം മസിൽസ് ആക്ടിവിറ്റി റെഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് കുറയും. ഇനി സ്വെറ്റ് ഗ്ലാൻഡ്സ് അതിൻ്റെ സെക്രീഷൻ, അതായത് സ്വെറ്റിങ് ഇൻക്രീസ് ചെയ്യും. അപ്പം എവാപ്പറേഷൻ ഓഫ് സ്വെറ്റ് കോസസ് ലോസ് ഓഫ് ഹീറ്റ്. ഓക്കെ, ലോസ് ഓഫ് ഹീറ്റ്. അങ്ങനെ അത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ മസിൽസ് ഓഫ് സ്കിൻ ആർട്ടീരിയോൾ വാൾ റിലാക്സ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്കിൻ ആർട്ടറീസ് ഡയലേറ്റ് ചെയ്യും, മോർ ബ്ലഡ് പോവും സ്കിന്നിലേക്ക്. അതായത് വാസോ ഡയലേഷനാണ് പറയുന്നത്. മോർ റേഡിയേഷനും കണ്ടക്ഷനും നടക്കും. അങ്ങനെ ബോഡി ഹീറ്റ് കുറയും. അങ്ങനെ നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിലേക്ക് വരും. അതാണ് ഇവിടെ പറയുന്നത്, ബോഡി ലോസസ് ഹീറ്റ് ആൻഡ് റിട്ടേൺ ടു 37°C. ഈ സിഗ്നൽ കിട്ടും,
ഹൈപ്പോതലാമസിലേക്ക് പാസ് ചെയ്യും, നെർവ്സ് വഴി മസിൽസിലെത്തും, സ്വെറ്റ് ഗ്ലാൻഡ്സിലെത്തും, മസിൽസ് ഓഫ് സ്കിൻ ആർട്ടീരിയോൾ വോളിലെത്തും. ഓക്കെ, മസിൽസ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? മസിൽസ് ഷിവർ ചെയ്യാൻ തുടങ്ങും, അങ്ങനെ മോർ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. സ്വെറ്റ് ഗ്ലാൻഡിൻ്റെ സെക്രീഷൻ ഡിക്രീസ്, അതായത് സ്വെറ്റിങ്ങിനെ ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെ ലെസ് വാട്ടർ കവേഴ്സ് ദ സ്കിൻ, അതായത് ഇവാപ്പറേഷൻ കുറയ്ക്കും, അങ്ങനെ ഹീറ്റ് ലോസ് ചെയ്യുന്നത് കുറയ്ക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് മസിൽസ് ഓഫ് സ്കിൻ ആർട്ടീരിയോൾ വാൾ കൺസ്ട്രിക്റ്റ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞത് റിലാക്സ് ചെയ്യുന്നതായിരുന്നു, ഇവിടെ കൺസ്ട്രിക്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, അതായത് വാസോ കൺസ്ട്രിക്ഷനെയാണ് ഉദ്ദേശിക്കുന്നത്. ലെസ് ബ്ലഡ് ടു സ്കിൻ, അതായത് സ്കിന്നിലേക്ക് കുറച്ച് ബ്ലഡ് എത്തുള്ളൂ. ലെസ് റേഡിയേഷൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് ദി ഹീറ്റ്. അപ്പം നമ്മുടെ മസിൽസ് ഷിവർ ചെയ്യുന്നുണ്ടല്ലോ, അതാണ് നമ്മുടെ ബോഡി ഹീറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ബാക്കി രണ്ടെണ്ണം നമ്മുടെ ബോഡിയിൽ നിന്ന് ഹീറ്റ് ലോസ് ചെയ്യുന്നത് കുറയ്ക്കാനാണ് സഹായിക്കുന്നത്, അതായത് സ്വെറ്റ് ഗ്ലാൻഡ്സും മസിൽസ് ഓഫ് ദി സ്കിൻ ആർട്ടീരിയോൾ വാളും. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 37°C തന്നെ റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പം ദീസ് ആർ ഓൾ എബൌട്ട് ദി സെൻട്രൽ നെർവസ് സിസ്റ്റം റെഗുലേഷൻ ഓഫ് body temperature and maintenance. Hope you all understand this. If you have doubt, comment or ask me personally. Thank you everyone.